Hello children, in today's session we are starting with lesson 2 geometry. Geo means earth and metry means measurement. Measurement of earth എന്നാണ് ഇതിന്റെ literal meaning. ഇതിനെ നമ്മൾ translate ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് measurement of earth. So let us look at what geometry is. Geometry is a branch of mathematics that deals with the study of size, shape, position, angle and dimension of objects. ഇതിൽ എല്ലാ വാക്കുകളും നമുക്കറിയാം അല്ലേ? സൈസ് എന്താണ്, ഷേപ്പ് എന്താണ്, പൊസിഷൻ, where exactly does it appear? Angle, when two lines meet they form an angle. And dimension of objects. Let us see. Flat shapes are called two-dimensional shapes. Flat faces അല്ലെങ്കിൽ surface എന്ന് പറഞ്ഞു. ഇപ്പോൾ flat face എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you can imagine it to be a ground. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലാറ്റ് ആണ്. The wall, നമ്മുടെ വീട്ടിലെ walls ഫ്ലാറ്റ് ആണ്. The pages of our notebook, it's flat. അപ്പോൾ അങ്ങനെയുള്ള ഷേപ്സിനെയാണ് നമ്മൾ ഫ്ലാറ്റ് ഷേപ്പ്, പരന്നിരിക്കുന്നത്. അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ബോത്ത് ലെങ്ത് ആസ് വെൽ as ബ്രെഡ്ത്ത്. ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഷേപ്സിനെയാണ് നമ്മൾ 2-dimensional ഷേപ്സ് എന്ന് പറയുന്നത്. Then 3-dimensional shapes, solid shapes that have 3 dimensions. ലെങ്ത്തും ബ്രെഡ്ത്തിന്റെ കൂടെ തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത് എന്നൊരു ഡയമെൻഷനും കൂടെ. നീളമുണ്ട്, വീതിയുണ്ട്, അതിന്റെ കൂടെ കട്ടിയും കൂടിയുണ്ട്. തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത്. അപ്പോൾ ഒബ്ജക്ട്സ് ദാറ്റ് വി ക്യാൻ ഹോൾഡ് ഇൻ അവർ ഹാൻഡ്, നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പോലത്തെ ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സോളിഡ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ 3-dimensional objects എന്ന് പറയുന്നത്. Here you can see pictures of some 2-dimensional as well as 3-dimensional objects. Circle, triangle, square, rectangle are all 2-dimensional objects. ഇനി ഇത് 3-dimensional objects. Cube, cuboid, sphere, cone, etc. are 3-dimensional objects. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ these two does not have, ഇതിന് ഫ്ലാറ്റ് ഫേസ് ഒന്നുമില്ല അല്ലേ? ബോൾ അതിനെയാണ് സ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഓൺലി വൺ സ്ഫെറിക്കൽ സർഫസ്. അപ്പോൾ ഇതൊരു റൗണ്ട് ആയിട്ടൊരു സർഫസ് മാത്രമേ സ്ഫിയറിനുള്ളൂ. കോണിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഫ്ലാറ്റ് സർഫസ് ആൻഡ് എ കർവ്ഡ് സർഫസ്. അപ്പൊ ഈ സ്ഫിയറിന്റെ ഈ സർഫസിന് പറയുന്നത് കർവ്ഡ് സർഫസ് എന്നാണ്. സ്ഫിയറിന്റെ സർഫസിന് പറയണത് സ്ഫിയർ ഇല്ലെങ്കിൽ സിലിണ്ടറിന്റെ ഒക്കെ സർഫസിനെ നമ്മൾ പറയണത് കർവ്ഡ് സർഫസ്. കർവ്ഡ് സർഫസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റോൾ. നമ്മൾ അതിനെ തട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് റോൾ ചെയ്യും ഫ്ലോറിൽ. യു മൈറ്റ് ഹവ് ഒബ്സർവ് റോട്ടിലൊക്കെ ക്യാൻസ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എംപ്റ്റി ക്യാൻസ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയാണ്ട് നമ്മുടെ കാലയിൽ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റോൾ ചെയ്യണത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. ബോൾസ് ക്യാൻ റോൾ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സർഫസസിനെയാണ് നമ്മൾ കർവ്ഡ് സർഫസസ് എന്ന് പറയുന്നത്. സോ സ്ഫിയർ, സിലിണ്ടർ ഒക്കെ കർവ്ഡ് സർഫസ് ആണ് അതിനുള്ളത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഹാവ് ഫ്ലാറ്റ് ഫേസസ്. ക്യൂബ്, ക്യൂബോയിഡ് ഇങ്ങനെയുള്ള ഷേപ്സിനൊക്കെ ഉള്ളത് ഫ്ലാറ്റ് സർഫസസ് ആണ്. Now let us look at some of the properties of 2-dimensional as well as 3-dimensional shapes. Circle, കോർണർ പോയിന്റിനെയാണ് നമ്മൾ വേർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ കോർണർ ഇസ് കോൾഡ് എ വേർട്ടെക്സ്. ഒരു ഷേപ്പിന് ഒരു കോർണർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോർണറിനെയാണ് നമ്മൾ അതിന്റെ വേർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി ഫ്ലാറ്റ് സർഫസസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫേസ് എന്ന് പറയും. ഇഫ് ഇറ്റ് ഹാസ് ഗോട്ട് എ ഫ്ലാറ്റ് സർഫസ് ഇറ്റ് ഇസ് കോൾഡ് എ ഫേസ്. എഡ്ജ്, രണ്ട് ഫേസസ് മീറ്റ് ചെയ്യണ പോയിന്റിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. ഇനി when you look at 2-dimensional objects you can see vertices and sides. അതായത് സ്ട്രെയിറ്റ് ലൈൻസ്, രണ്ട് വേർട്ടെക്സിനെ ജോയിൻ ചെയ്യണ സ്ട്രെയിറ്റ് ലൈനിനെയാണ് നമ്മൾ സൈഡ് എന്ന് പറയുന്നത്. സോ ഹിയർ
സർക്കിളിന് സൈഡും ഇല്ല വേർട്ടെക്സും ഇല്ല. ഇറ്റ് ഹാസ് ഓൺലി സർക്കിൾ. ഇതൊരു സർക്കുലർ ഷേപ്പ് ആണ് അല്ലേ. അപ്പൊ സർക്കിളിന് ഇറ്റ് ഹാസ് നോ സൈഡ്സ്. സ്ട്രെയിറ്റ് ലൈൻസിനെയാണ് നമ്മൾ സൈഡ്സ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. സിൻസ് ദ സർക്കിൾ ഡസ് നോട്ട് ഹാവ് എനി സ്ട്രെയിറ്റ് എഡ്ജസ് ആൻഡ് സ്ട്രെയിറ്റ് എഡ്ജസ് മീറ്റ് ചെയ്യണ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് it does not have sides or vertices. Now when you look at triangle, you can see a triangle has 3 corners. So it has 3 vertices and 3 sides. ഇതിനെ മൂന്നിനെയും കൂടി ഈ 2 ലൈനും കൂടി ജോയിൻ ചെയ്യണ ഒരു സൈഡ്, ഈ 2 വേർട്ടെക്സും കൂടി ജോയിൻ ചെയ്യണ ഒരു സൈഡ്, ഈ 2 വേർട്ടെക്സും കൂടി ജോയിൻ ചെയ്യണ വേറൊരു സൈഡ്. സോ ഇവിടെ എത്ര സൈഡ്സ് ഉണ്ട്? 1, 2 and 3. So a triangle has 3 vertices and 3 sides. So how many vertices does a square have? 1, 2, 3, 4. 4 corners under. So it has 4 vertices. Then side 1, 2, 3, 4. It has 4 sides. Similar, you can see a rectangle has 4 vertices. 1, 2, 3, 4. 4 vertex ഉണ്ട്. എത്ര sides ഉണ്ട്? 1, 2, 3, 4. So a rectangle has 4 sides and 4 vertices. Parallelogram. Parallelogram also has 1, 2, 3, 4 vertex and 4 sides. 1, 2, 3, 4. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് ഫോം ചെയ്യണ ഷേപ്സ്, ക്ലോസ്ഡ് ഫിഗേഴ്സിന് ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി കോൾ ഇറ്റ് എ പോളിഗൺ. പോളിഗൺ ഇസ് എ ക്ലോസ്ഡ് ഫിഗർ. അതായത് സ്റ്റാർട്ട് ചെയ്യണതും എൻഡ് ചെയ്യണതും ഒരേ പോയിന്റിലായിരിക്കും. എ ക്ലോസ്ഡ് ഫിഗർ വിത്ത് സ്ട്രെയിറ്റ് എഡ്ജസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് സൈഡ്സ് കൊണ്ട് ഫോം ചെയ്യണ ക്ലോസ്ഡ് ഫിഗേഴ്സിന് പറയുന്ന പേരാണ് പോളിഗൺ. ഇഫ് ദ പോളിഗൺ ഹാസ് 4 സൈഡ്സ്, ഒരു പോളിഗണിൽ 4 സൈഡ്സ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ ദോസ് ഷേപ്സ് ആർ കോൾഡ് quadrilaterals. Quadrilaterals. 4 quadri means 4, quadra means 4, lateral means sides. So 4 sided figures are called quadrilaterals. ഇപ്പോൾ പോളിഗൺ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ക്ലോസ്ഡ് ആയിരിക്കണം, എല്ലാ സൈഡ്സും സ്ട്രെയിറ്റും ആയിരിക്കണം. സോ ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, പാരലലോഗ്രാം, പെന്റഗൺ ആർ ഓൾ പോളിഗൺസ്. യു കെൻ സി ദേ ആർ ഓൾ ക്ലോസ്ഡ്. അല്ലേ? ക്ലോസ്ഡ് അല്ലാത്തത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെയുള്ള ഷേപ്സ് ഒക്കെ ക്ലോസ്ഡ് അല്ല. ഇത് ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു, ഈ പോയിന്റിൽ എൻഡ് ചെയ്തു. ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് അഗെയിൻ നോട്ട് ക്ലോസ്ഡ്. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് എ പോളിഗൺ. അപ്പൊ ക്ലോസ്ഡ് ആവണം, ഓപ്പൺ എൻഡ്സ് പാടില്ല. ദെൻ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. ദിസ് ഇസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സോ ദിസ് ഇസ് നോട്ട് എ പോളിഗൺ. അപ്പോൾ ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, പാരലലോഗ്രാം, പെന്റഗൺ ആർ ഓൾ പോളിഗൺസ്. ഇനി 4 സൈഡഡിന് പറയുന്നത് ക്വാഡ്രിലാറ്ററൽ എന്നാണ്. Now, when you look at a pentagon, you can see it has 5 vertices and 5 sides. 1, 2, 3, 4, 5. So, 5-sided figures with 5 vertices are called pentagons. But idana 2D shape and properties. Now, these are some of the 3D shapes. With shapes, 3D shapes in the properties varnada faces, vertices and edge. Face എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? ഫ്ലാറ്റ് സർഫസസിനെയാണ് നമ്മൾ ഫേസസ് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് സർഫസ്. നേരത്തെ പറഞ്ഞ ഷേപ്സ്, സർക്കിൾ, ട്രയാങ്കിൾ, ദീസ് ആർ ഓൾ ഫ്ലാറ്റ് സർഫസസ്. അപ്പൊ ഇങ്ങനത്തെ ഷേപ്സ് കൊണ്ട് ഡിഫറെന്റ് ഷേപ്സ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് 3D ഷേപ്സ് വരുന്നത്. When you keep many triangles together, you will get താഴെയും മുകളിലും ട്രയാങ്കിൾ വെച്ചു, ഇടയിൽ ഒരു റെക്ടാങ്കിൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ you will get a triangular prism.
അതായത് താഴെ ഒരു ട്രയാങ്കിൾ വെച്ചു, മുകളിലൊരു ട്രയാങ്കിൾ വെച്ചു. ഇനി ട്രയാങ്കിളിന്റെ ഈ പോയിന്റും ജോയിൻ ചെയ്തു, ഈ പോയിന്റും ജോയിൻ ചെയ്തു. ഹിയർ യു ഗെറ്റ് എ റെക്ടാങ്കിൾ. അതേപോലെ താഴത്തെ ഈ പ്ലേസിൽ അപ്പൊ ഈ പോയിന്റും ജോയിൻ ചെയ്തു, ഈ പോയിന്റും ജോയിൻ ചെയ്താല് താഴെ നമുക്കൊരു ഒരു റെക്ടാങ്കിൾ കിട്ടും. അതേപോലെ റൈറ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു റെക്ടാങ്കിൾ കിട്ടും, റൈറ്റ് സൈഡിൽ ഒരു റെക്ടാങ്കിൾ കിട്ടും, താഴെ ഒരു റെക്ടാങ്കിൾ കിട്ടും അല്ലെ. അപ്പോ രണ്ട് ട്രയാങ്കുലർ ഫേസസ് എന്താണ്? ഫ്ലാറ്റ് ഫേസസ് ആണ്. റെക്ടാങ്കിൾസും ഫ്ലാറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ഫ്ലാറ്റ് സർഫസസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പിക്ചേഴ്സ് ആണ് 3D shapes. സോ വെൻ യു ലുക്ക് ഇറ്റ്, ഇവിടെ വരുമ്പോ സ്ഫിയറിന് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസസ് ഒന്നുമില്ല. സോ ഇറ്റ് ഹാസ് നോ ഫേസ്, ഇറ്റ് ഹാസ് നോ വേർട്ടിസസ് ആൻഡ് നോ എഡ്ജ്. സ്ട്രെയിറ്റ് ലൈൻസ് ഇല്ലാത്തതുകൊണ്ട് എഡ്ജസ് ഇല്ല. ഇനി സിലിണ്ടർ, ഇതിനെയാണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. സോ യു ക്യാൻ സി സിലിണ്ടർ ഹാസ് 2 flat faces. ഇതിന് നമ്മൾ സാധാരണ വേർട്ടിസസും എഡ്ജസും പറയാറില്ല. സിമിലർലി കോൺ വരുമ്പോ കോണിനും ഇറ്റ് ഹാസ് ഗോട്ട് 1 flat surface അല്ലെ. ഇതിന്റെ താഴെ സർക്കിൾ പോലെയാണ്. ഇറ്റ് ഹാസ് ഗോട്ട് 1 flat surface. യു ക്യാൻ സേ ദിസ് ആസ് എ വേർട്ടെക്സ്. അപ്പോൾ വേണമെങ്കിൽ ഒരു വേർട്ടെക്സ് പറയാം, ബട്ട് ഇറ്റ് ഹാസ് നോ എഡ്ജസ്. ഓക്കെ, നൗ കമ്മിങ് ടു ക്യൂബ്. ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മള് കളിക്കാൻ യൂസ് ചെയ്യുന്ന ഡൈസ് നോക്കിയാൽ മതി. ഡൈസിന്റെ ഓരോ പുറത്തും ഏതൊക്കെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്? 1 തൊട്ടിട്ട് 6 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഷോസ് എ ക്യൂബ് ഹാസ് 6 ഫേസസ്. ഇനി ഫ്രണ്ടിലൊരു സ്ക്വയർ, ബാക്കിലൊരു സ്ക്വയർ പോലെ അല്ലെ. ഈ പോയിന്റ്സിനെയൊക്കെ ജോയിൻ ചെയ്യാം. ദിസ് ഇസ് ഹൗ യു ഗെറ്റ് എ ക്യൂബ്. സോ യു ക്യാൻ സി ഇതിൽ എത്ര വേർട്ടെക്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. It has 8 vertices. Ini edges 1 2 3 4 5 6 7 8 9 10 11 12 edges. It has 12 edges. A cube and a cuboid are similar. The only difference is a cube has all sides the same length. Cuboid ഇതിന്റെ സൈഡ്സ് rectangles ആണ്, but whereas in a cube it is a square. So the properties are the same. അതായത് physical properties are the same. When you come to higher classes, you learn about more properties which is different for a cube and a cuboid. But number of faces, vertices and edges are the same for cube and cuboid. Triangular prismത്തിന്റെ ഇവിടെ പറഞ്ഞു അല്ലേ. ഇപ്പൊ ഫ്രണ്ടിലൊരു ട്രയാങ്കിൾ, ബാക്കിലൊരു ട്രയാങ്കിൾ. So triangle has 3 vertices. Triangular prism has 6 vertices. Then edges, it has 9 edges and 5 faces. Similarly, a square pyramid. A prism pyramidum തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ a prism has 2 bases whereas a pyramid has only 1 base. Base എന്ന് it comes and meet at a vertex. ഒരു vertexലേക്ക് meet ചെയ്യും. ഇതിന്റെ ഫേസസ് ട്രയാങ്കിൾസ് ആണ്. പിരമിഡിലെ ഫേസസ് ട്രയാങ്കിൾസ് ആണ്. അതർ ദാൻ ദ ബേസ്, ബാക്കി എല്ലാ ഫേസും ട്രയാങ്കിൾസ് ആണ്. പിരമിഡില് ബേസ് അല്ലാണ്ട് ബാക്കി ഫേസസ് ഒക്കെ റെക്ടാങ്കിൾസ് ആണ്. സോ ദീസ് ആർ സം ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് 2-dimensional as well as 3-dimensional shapes. So please watch the video, children. In case if you have any doubts, please do post it in the stream. That's all for today. Thank you and take care.